നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. കർക്കിടകം 19. പുലർന്ന ശേഷം ഒരു 9 മണി 12 മിനിറ്റ് 8 സെക്കൻഡ് വരെ അനിഴം നക്ഷത്രമാണ് വരുന്നത്. ശേഷം തൃക്കേട്ട നക്ഷത്രം. നാളത്തെ ദിവസം കുറച്ച് നക്ഷത്രക്കാർക്ക്, അതായത് ഏകദേശം 11 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില പ്രധാന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ദിനമായിരിക്കും നാളെ. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായി വരും. ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള യോഗമുണ്ടാകുന്നതാണ്. വസ്തുതർക്കങ്ങൾ എന്തെങ്കിലും നിലവിലുള്ളവരാണെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. വളരെയേറെ ഭാഗ്യ ദിനം തന്നെയായിരിക്കും 11 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസമായ തിങ്കളാഴ്ച ദിനം. ഇപ്പോൾ പ്രധാന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പുറപ്പെടാൻ ഇരിക്കുന്ന ആളുകൾ ഈ 11 നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വളരെയേറെ നല്ലൊരു മാറ്റമൊക്കെ വന്നു ചേരുന്ന ദിനം കൂടിയായിരിക്കും. അപ്പോൾ ഈ 11 നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു പരിഹാരം കൂടിയുണ്ട്. ആ പരിഹാരങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം 11 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയിപ്പായി ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഏറെ നാളായി പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ശുഭകരമായ ദിനം തന്നെയാണ്. ഇനി അകന്നൊക്കെ കഴിയുന്ന ദമ്പതികളുണ്ടല്ലോ, ആ ദമ്പതികൾക്കിടയിലെ അകൽച്ചകളൊക്കെ മാറ്റി ഐക്യത്തോടെ വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധ്യമാകുന്ന രീതിയിലേക്ക് സംസാരത്തെ കൊണ്ടുചെന്നെത്തിക്കാനും നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ അവർക്കും ദമ്പതികൾക്കും സന്തോഷകരമായ ദിനം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് തൊഴിൽ രംഗത്ത് ഒരു മെച്ചമൊക്കെ ഉണ്ടാകുന്ന ദിനമാണ്. തൊഴിൽ കൊണ്ട് കുറച്ച് മെച്ചം നിങ്ങൾക്കും വന്നു ചേരുന്ന ഒരു ദിനം തന്നെയായിരിക്കും. വളരെയധികം സഹായ സഹകരണങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ, വളരെയധികം സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഒക്കെ സാധ്യമാകുന്ന ഒരു ദിനം തന്നെയായിരിക്കും നാളെ തിങ്കളാഴ്ച ദിവസം അശ്വതി നക്ഷത്രത്തിന്. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ ഇഷ്ടഭക്ഷണ ലബ്ധിയൊക്കെ കാണുന്നുണ്ട്. കൂടാതെ അല്പം സ്വർണമൊക്കെ വാങ്ങണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം അല്പം പണമൊക്കെ കയ്യിലെത്താനും അതുവഴി നിങ്ങളുടെ സ്വർണം വാങ്ങാൻ എന്ന ആഗ്രഹം പൂവണിയുന്ന ദിവസമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ മാറി രമ്യതയിലായി പോകാൻ നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്കും സന്തോഷകരമായ ഒരു ദിനം തന്നെയായിരിക്കും. എന്തെങ്കിലും മുന്നേ സമയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ തർക്കങ്ങൾ മാറി നല്ല രീതിയിൽ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പുതിയ വസ്ത്രവും ആഭരണവും ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യം നാളത്തെ ദിനം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ തേടി എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം, നാളത്തെ ദിവസം കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ, അത് കുട്ടികളായാലും മുതിർന്നവരായാലും പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നെറ്റിയിൽ ചന്ദനം അണിഞ്ഞുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. അതുവഴി തന്നെ ഒരു പോസിറ്റീവ് ഗുണം കിട്ടുകയും ഈ പറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം, ധനം വന്നു ചേരണം എന്നുള്ള ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു പോസിറ്റീവ് കവചമായി നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ നാളെ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ടാകും, എക്സാം എഴുതാൻ പോകുന്നവരുണ്ടാകും, വിദേശത്തേക്ക് പോകുന്നവരുണ്ട്. ആരായാലും നിങ്ങളൊന്ന് സിന്ദൂരമല്ല ചന്ദനം നെറ്റിയിൽ അണിയാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവഴി ഒരു തണുപ്പും നിങ്ങളിലേക്ക് എത്തും. അതേപോലെ തന്നെ ഒരു കവചം, പോസിറ്റിവിറ്റി നിങ്ങളിൽ നിലനിൽക്കുന്നതിനും സഹായിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളത്തെ ദിവസം ഒന്നും നഷ്ടപ്പെടാതെയൊക്കെ സൂക്ഷിക്കുക. അത് പണമായിട്ടായാലും പ്രധാന രേഖകളൊക്കെ ആണെങ്കിലും നാളത്തെ ദിവസം ഒന്നും നഷ്ടപ്പെടാതിരിക്കാനായി വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അല്പം ഈശ്വരാധീനക്കുറവൊക്കെ നാളത്തെ ദിവസം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അല്ലെങ്കിൽ ചേരാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നാളത്തെ ദിവസം ഗുരുക്കന്മാരെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അത് ഗുരുനിന്ദ എന്ന് പറയുന്നത് നമ്മളൊന്നും പിന്നെ പിടിച്ചാൽ കിട്ടാതത്ര ദോഷത്തിലേക്കും പാപത്തിലേക്കും ഒക്കെ പോകുന്നതാണ്. നമ്മൾ നിസ്സാരമായി കാണുന്ന ചില പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിനെ ആകെ ഇട്ട് നട്ടം തിരിക്കുന്നതും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗുരുക്കന്മാരെ വന്ദിക്കുക. എന്നും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നാളത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല എങ്കിലും നാളത്തെ ദിനം നിങ്ങൾക്ക് ചിലപ്പോൾ ശാപമായി മാറാനുള്ള ശാപവാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് പിന്നെ എന്നും വിനയായി മാറാനുള്ള സാധ്യത വന്നേക്കാം. അതുകൊണ്ടാണ് നാളത്തെ ദിവസം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. യാത്രകളിലൊന്നും പ്രയാസങ്ങളൊന്നും വരികയില്ലെങ്കിലും പ്രധാനപ്പെട്ട യാത്രകൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകൾ, പാസ്പോർട്ട്, അങ്ങനെയുള്ള പ്രധാന സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ ധനം, ഇതൊക്കെയും വളരെയധികം സൂക്ഷിക്കേണ്ട
ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാളത്തെ ദിവസം വളരെയധികം സൂക്ഷ്മതയോടും കൃത്യതയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ല ടെൻഷൻ്റെ കാര്യമല്ല, ഏത് കാര്യത്തെയും നാളെ വളരെയധികം കൃത്യതയോടുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. പൂയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നല്ല രീതിയിലൊരു ഉയർച്ചയിലൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ണുകടിയുള്ള ആളുകളുണ്ട്, അത് മനസ്സിലാക്കുക. അധികമായിട്ടുള്ള ധനച്ചെലവുകളൊന്നും ഒരു ദൂർത്തുപോലെയുള്ള രീതിയിലേക്കൊന്നും നാളത്തെ ദിവസം പോകാതിരിക്കുക. ദൂരയാത്ര പോകുന്നവർക്ക് അല്പം യാത്രാക്ലേശമൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം എന്ന് പറയുമ്പോൾ ചിലപ്പം ഫ്ലൈറ്റിൽ പോകുന്നവരാണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്നത്, ഒരുപാട് ഇരുന്ന് ചിലപ്പോൾ ശരീരത്തിന് വേദന വന്നാലും അതിനെ ഒരു ക്ലേശമെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഉന്നതരായ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചിലപ്പോൾ ജോലി ചെയ്തിട്ടും അല്പം ശകാരങ്ങളൊക്കെ കേൾക്കേണ്ടതായ ഒരു അവസ്ഥ വന്നേക്കും. ഇപ്പോൾ അല്പം ശത്രുതാ മനോഭാവത്തോട് നിൽക്കുന്ന ആളുകളുണ്ട്. എന്തെന്നാൽ നല്ല നിലയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത്. ചില ആളുകൾക്ക് പിടിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ വളർച്ചയിൽ ചില കണ്ണുകടിയുള്ള ആളുകളുണ്ടെന്നത്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നല്ല ഭാഗ്യത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾ കൂടി ശ്രമിക്കണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. ഇനി മകം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ഏത് കാര്യം, അതായത് മകം നക്ഷത്രക്കാരായ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാവിയിൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ല ഇന്നത്തെ മാത്രം ലാഭം നോക്കുകയല്ല, ഭാവിയിലും അതുവഴി എനിക്ക് ഗുണമുണ്ടാകണം എന്നൊരു ചിന്തയോടുകൂടി ഒരു ദീർഘവീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഒറ്റ വാക്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വേണം. കിട്ടാക്കടങ്ങളൊക്കെ ധാരാളമുണ്ട്. അത് ചില സ്നേഹബന്ധങ്ങളുടെ പുറത്ത് അതൊന്നും ഇനി വേണ്ടാന്ന് വെച്ചിട്ടുമുണ്ട്. എങ്കിലും അതൊക്കെ ചിലത് അവർക്കുണ്ടല്ലോ മനസ്സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അവർ തിരിച്ചു തരാനുള്ള ഒരു ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. മനസ്സിനെ അല്പം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മുന്നേ നടന്നിട്ടുള്ളതാണെങ്കിലും വീണ്ടും അതൊക്കെ ഓർമ്മയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. ധനപരമായി നോക്കുമ്പോൾ നല്ല ഒരു ദിനമാണ്. സാമ്പത്തികമായി അല്പം പണമൊക്കെ കയ്യിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. കഠിനമായി പരിശ്രമിക്കേണ്ടതായ ഒരു ദിനം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ കുളിക്കാൻ പോകുന്ന നമ്മൾ ബക്കറ്റിൽ വെള്ളമെടുത്താണല്ലോ കുളിക്കുന്നതും. ആ ബക്കറ്റിൽ ആ വെള്ളത്തിലേക്ക് ഒരു 2 തുള്ളി പാലൊന്ന് ഇറ്റിച്ചാൽ നല്ലതായിരിക്കും. അതായത് പശുവിൻ പാൽ, എല്ലാം രാവിലെ നമ്മൾ ചായയൊക്കെ ഇടുന്നവരാണ് രാവിലെ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് അത് ഒരുപാട് കൊണ്ടുവന്ന് ഒഴിക്കണമെന്നല്ല, 2 തുള്ളി ഒന്ന് നമ്മൾ ഇനി വിരലിലെടുത്ത് തുള്ളിയായിട്ട് കുടഞ്ഞൊഴിക്കത്തില്ല, അതേപോലെ 2 തുള്ളി ഒന്ന് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുളിച്ചാൽ മാത്രം മതിയാവും. നാളത്തെ ദിവസം എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഇത് സഹായിക്കും. ഉത്രം നക്ഷത്രക്കാർ നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായ കാര്യങ്ങളുണ്ടായാലും ആത്മനിയന്ത്രണം കൈവിടാതിരിക്കുക. നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പ്രകോപിതരാക്കാൻ ശ്രമിക്കും. അതൊന്ന് മനസ്സിലാക്കുക. കാര്യസാധ്യതനായി നാളത്തെ ദിവസം വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒരു ദിനമാണ്. യാത്രകളൊക്കെ ഫലം കാണും. പങ്കാളിക്ക് സമ്മാനങ്ങളൊക്കെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ബിസിനസ് കൊണ്ട് വിജയം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് അനുകൂലമായ സഹായ സഹകരണങ്ങൾ വന്നു ചേരും. പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. നല്ല രീതിയിലുള്ളൊരു ധനം കയ്യിലേക്ക് എത്താനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ധനാഭിവൃദ്ധിയുടെ ഒരു ദിനം തന്നെയായിരിക്കും ഉത്രം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നാളത്തെ ദിവസം നിങ്ങളും ചന്ദനം അണിയുക. അതായത് ഉത്രം നക്ഷത്രക്കാരായ പുരുഷനാണ്, അത് വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ ചന്ദനം അണിയുമ്പോൾ അതേപോലെ തന്നെ ഭാര്യയ്ക്കും അണിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ സ്ത്രീയാണ് ഉത്രം നക്ഷത്രത്തിലെങ്കിൽ ഭർത്താവിന് അണിഞ്ഞു കൊടുക്കുക. അങ്ങനെ പങ്കാളിക്ക് കൂടി ആ ചന്ദനമണിഞ്ഞ് നിങ്ങൾ പരസ്പരം ചന്ദനമണിയാൻ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചോതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ദേവാലയ ദർശനമൊക്കെ നടത്താൻ ഭാഗ്യം വന്നു ചേരും. ആ ദേവാലയ ദർശനം നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശത്തോടായിരിക്കുമല്ലോ നടക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ സാധ്യമാക്കണമെന്ന്. ആ നടത്തുന്ന പ്രാർത്ഥന നാളത്തെ ദിവസം ദേവാലയ ദർശനം നടത്തി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയൊക്കെ ഫലമായി മാറുന്നതാണ്. ഇനി കൃഷി ചെയ്യുന്ന കർഷകരായ ആളുകൾക്കൊക്കെ നാളത്തെ ദിവസം നേട്ടത്തിൻ്റെ ദിനമാണ്. സ്ത്രീകൾക്ക് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള, ചോതി നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ചില സമ്മാനാദികൾ ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമായതിനാൽ തന്നെ ആ ആത്മവിശ്വാസം നിങ്ങളുടെ പ്രവൃത്തികളിലും വന്ന് തെളിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾ നാളത്തെ ദിവസം ഏർപ്പെട്ടാലും അതൊക്കെ ചോതി നക്ഷത്രത്തിന് വിജയമായും മാറുന്നതാണ്.
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരം നാളെ ഉണ്ടാകുന്നതാണ്. കലാകായിക രംഗങ്ങളിൽ കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനിരിക്കുന്ന ആളുകളാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നാളത്തെ ദിവസം വിജയമുണ്ടാകുന്നതാണ്. അകന്നു കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റമുണ്ടായി രമ്യതയിലാകാൻ സാധിക്കും. വിദേശത്തേക്ക് പോകാനിരിക്കുന്ന നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ആ പ്രശ്നത്തിനൊക്കെയും പരിഹാരം കാണാനും സാധ്യമാകുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അല്പം വിഷമകരമായ സംസാരങ്ങളൊക്കെ ചിലരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം സംസാരങ്ങളിലേക്കൊന്നും കൂടുതൽ പോകാതിരിക്കാനായി ശ്രദ്ധിക്കുക. ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. സ്ത്രീകൾ നിമിത്തം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിൽ നിന്ന് സന്തോഷം വന്നു ചേരുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളെ കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ നാളത്തെ ദിവസം നടത്താനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഇൻ്റർലോക്കൊക്കെ ഇട്ടേക്കുന്നതിന് പുല്ലൊന്നുമില്ല ചവിട്ടി നടക്കാനായിട്ട്. അതുമാത്രമല്ല, ആരും ചെരുപ്പിടാതെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയുമില്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ പ്രഭാതത്തിൽ അല്പനേരം പുല്ലിലൊക്കെ ചെരുപ്പിടാതെ ചവിട്ടി നടക്കുകയാണെങ്കിലും അതൊരു മാറ്റമുണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ അതിനും അല്പനേരം ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കുന്നതിലൂടെ ആ രക്തയോട്ടമൊക്കെ വർദ്ധിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ വന്നു ചേരുന്നതിനും സഹായിക്കും. ചതയം നക്ഷത്രക്കാർ നാളത്തെ ദിനം സമ്പത്ത് നല്ല രീതിയിൽ വേണം സൂക്ഷിക്കേണ്ടത്. കാരണം ചിലപ്പോൾ അധിക ചിലവുകൾ വരാനോ നഷ്ടപ്പെട്ടു പോകാനോ ഉള്ള സാധ്യത കാണുന്നതിനാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യത പുലർത്തുക. ചില സുഹൃത്തുക്കൾ മുഖേനയൊക്കെ അല്പം ഒരു സംസാരത്തിലേക്കൊക്കെ ചില വിഷയങ്ങൾ പോകാൻ മുന്നേ ഉള്ള വിഷയങ്ങളായിരിക്കും. അത് ചിലപ്പോൾ ഈ ചതയ നക്ഷത്രക്കാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങൾ വഷളായി നിൽക്കുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം സംസാരിക്കുവാനൊക്കെ ആയിട്ടും. നിങ്ങൾ നാളത്തെ ദിവസം നീല നിറത്തിന് അല്പം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഉത്തമമാണ്. നിങ്ങളുടെ വസ്ത്രം നീല നിറത്തിലുള്ള ധരിക്കുന്നത് ഉത്തമമാണ്. അതല്ല, നീല നിറത്തിൽ വസ്ത്രമില്ലെങ്കിൽ ഒരു കർച്ചീഫായാലും നീല നിറത്തിലുള്ളത് കയ്യിൽ കരുതുന്നത്. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ തട്ടിക്കളയുന്നതിന് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് തട്ടിത്തെറിച്ച് പോകുന്നതിന് സഹായിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം ഭാഗ്യത്തിൻ്റേതാണ്. സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായും നല്ല സമയമാണ്. പല വിധത്തിൽ നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വയമേവ കണ്ടെത്താനും ദൈവാധീനത്താൽ ആ പരിഹാരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ നാളത്തെ ദിവസത്തോടു കൂടി ഒരു പരിഹാരം കണ്ടെത്താനും സാധ്യമാകും. നിങ്ങൾ നാളത്തെ ദിവസം പച്ച നിറത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി ഒന്നും വന്ന് ബാധിക്കാതെ ഇരിക്കും. സാരിയിലാകട്ടെ അല്ലെങ്കിൽ വസ്ത്രത്തിലാകട്ടെ ഒരു പച്ച നിറം കലർന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും ഇതൊന്നും അല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള കർച്ചീഫ് കയ്യിൽ കരുതുന്നതും ഒക്കെ വളരെയധികം നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി എത്തിക്കുന്നതിന് സഹായിക്കും.